കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഞാൻ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാം. എൻ്റെ പേര് ജസിന്ത്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ആസ് ആൻ ഏബിൾ ബോഡിഡ് സീമാനാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഷിപ്പ് ഇപ്പോൾ സെയിലിംഗ് ആയിട്ടുള്ളത് കോസ്റ്റൽ ഏരിയ അൾജീരിയയിലാണ്. ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എൻജോയ് മൈ വീഡിയോ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്കിൽഡ് മറൈനർ. ഇറ്റ്സ് ജസിന്ത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് വീഡിയോ എന്നല്ലേ, അത് നിങ്ങൾ വീഡിയോയിൽ കാണണം, സ്കിപ്പ് ചെയ്യരുത്. പക്ഷെ അതിന് മുമ്പ് 2-3 കാര്യങ്ങളൊന്ന് പറയാനുണ്ട് നിങ്ങളോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, സീമാൻസിൻ്റെ ലൈഫ്, അത് മച്ച് നേവിൽ വർക്ക് ചെയ്യുന്നൊരു ലൈഫ് ഗ്ലാമറസ് ആണ്. ആദ്യം തന്നെ പറഞ്ഞാൽ ഗ്ലാമറസ് ആണ്, ശരിയാണ്, ഗ്ലാമറസ് ആണ് ഒന്ന്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലൊരു ശമ്പളം, എന്താ പറയുക, അടിച്ച് കയറ്റി വാങ്ങിക്കാൻ വരുന്നൊരു സ്ഥലമാണ് മർച്ചൻ്റ് നേവി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 50,000-40,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഈ 40,000-50,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള റിസ്ക് നിങ്ങൾ ആരും അറിയുന്നില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് റിസ്ക് ഉണ്ട് എന്ന് വെച്ച് എന്താ പറയുക, അവരുടെ താമസ സ്ഥലം സേഫാണ്. പക്ഷെ ഞങ്ങളെ അപേക്ഷിച്ചിട്ട് ഞങ്ങൾ കടൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ താമസ സ്ഥലം അത്ര സേഫ് അല്ല. അപ്പം നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കഥയുണ്ട്, ലൈക്ക് കഥ അല്ല, 2 പോയിന്റ്സ് ഉണ്ട്. തീ കൊണ്ടും വെള്ളം കൊണ്ടും കളിക്കരുത് മക്കളെ, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൺട്രോൾ ചെയ്ത വെച്ചാൽ നടക്കുന്ന കാര്യമല്ല വെള്ളത്തിന് എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വെള്ളത്തിലാണ്, അങ്ങനെ ഒരു കടലിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല. കാണുമ്പം ഷിപ്പാണ്, അനക്കമില്ല. പക്ഷെ ഉൾക്കടലിൽ റഫ് സീ വരുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ലൈക്ക് നിങ്ങളൊക്കെ കണ്ടു കാണും, കപ്പൽ കടൽ ക്ഷോഭത്തിൽ കുടുങ്ങിയ കപ്പലിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കാണുന്ന വീഡിയോ കപ്പൽ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നത് അല്ലാതെ അതിൽ കഴിയുന്ന ഞങ്ങളുടെ ലൈഫ് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ലൈക്ക് സ്ട്രോമിൽ പെടുന്ന, കടൽക്ഷോഭത്തിൽ പെടുന്ന കപ്പലിൻ്റെ അകത്തുള്ള ക്രൂ, അതായത് ഞങ്ങൾ ജീവനക്കാരുടെ അവസ്ഥ, ആ സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ലൈക്ക് ഒന്ന് പറയാം, എക്സാമ്പിൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഫ്ലൈറ്റ് ഒന്ന് ഷെയ്ക്കായാൽ പോലും നമ്മൾ പേടിക്കുന്ന നമ്മൾ ഈ കടലിൻ്റെ അകത്തുള്ള ഷെയ്ക്ക്, റോളിങ്ങും പിച്ചിങ്ങും അതിജീവിച്ചാണ് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഭയാനകമായിരിക്കും. എനിക്കറിയില്ല നിങ്ങൾ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ, ലൈക്ക് കപ്പലിങ്ങനെ കടലിൽ കുലുങ്ങിയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഞങ്ങൾ സ്വൈര്യമായിട്ടൊന്ന് 1 മിനിറ്റ് ഉറങ്ങുന്നുണ്ടോ, അല്ല ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു സമയത്ത്? ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഞങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും അപ്പോൾ ഈ സമയത്ത്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം സാലറി തരുന്നത്. നോർമലി ഫ്രണ്ട്സൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, കടലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, മറഞ്ഞിരിക്കുന്ന മർമ്മം. കടലിൽ വർക്ക് ചെയ്യുന്നവരും ലാൻഡിൽ വർക്ക് ചെയ്യുന്നവരും തമ്മിൽ രണ്ടാണ്. ലാൻഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി ഉണ്ട് ഇല്ലെന്നും പറയാം, പക്ഷെ കടൽ വർക്ക് ചെയ്യുന്നവർക്ക് അതൊട്ടും ഇല്ലാത്തതാണ്. എപ്പോൾ ആണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എങ്ങനെയാണ് സീമാൻസിൻ്റെ ലൈഫ്. അവർക്ക് ഇത്രയും ശമ്പളം കൊടുത്താൽ മതിയോ ഈ ഒരു ജോലിക്ക്? അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക. വീഡിയോ കാണുക, മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എൻ്റെ വീഡിയോ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം.
find some trouble, Brett.